മക്കൾക്ക് ആഹാരം കൊടുത്താൽ മക്കൾ വണ്ണം വെക്കും. നിന്റെ മക്കൾക്ക് നീ പച്ചവെള്ളം കൊടുക്കുന്നതിന്റെ തെളിവാണ് അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. വണ്ണമുള്ള മക്കളെ കാണുമ്പോൾ നിനക്ക് കുത്തി കഴിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ വരുമ്പോ നീ ഓടാതിരുന്നാ മതി. ഞാൻ നിന്റെ മുന്നിൽ വരുമ്പോ നീ ഓടാതെ നിൽക്കണം. നീ ഓടരുത്. ഓടി ഞാൻ കല്ലെടുത്തെറിയും. ശരിയായിരിക്കും, ഞാൻ ഓടി നിന്റെ അടുത്ത് എത്തത്തില്ല, പക്ഷെ ഞാൻ കല്ലെടുത്തെറിയും. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. നീ ഓടരുത്, അങ്ങനെ നിൽക്കണം. നീ ഭയങ്കര ചുണയുള്ളവളാണെങ്കിൽ നീ എന്റെ നേർക്ക് നേരെ വന്ന് നിൽക്കണം. അപ്പൊ ഉണ്ട് നിനക്ക് ബാക്കി മറുപടി. നീ സ്പോർട്സുകാരിൽ പഴയ പടക്കമാണ്. നീ പണ്ടേനെ പടക്കമാണ്. നീ 14 വയസ്സിൽ പടക്കക്കട തുടങ്ങിയതിന്റെ ഇതാണ് അവിടെ കൊച്ചു കൊച്ചു പടക്കങ്ങൾ 5 എണ്ണം നിൽക്കുന്നത്. 5 പടക്കങ്ങൾ, പടക്ക കമ്പനി. അല്ലടി, നിന്റെ അടുത്ത് എന്റെ മോൻ വന്ന് പറഞ്ഞ എന്റെ അടുത്ത് കൂട്ടില്ലെന്ന്. എന്റെ കുട്ടി എന്റെ അടുത്ത് കൂട്ടില്ലെന്ന് നിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ നീയാണ് അപ്പ കൊച്ചിന് ചെലവിന് കൊടുക്കുന്നത്. എടി, മക്കളെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ കാണിക്കാൻ പാടില്ല. അത് അണ്ടർ ഏജിലുള്ള കുഞ്ഞാണ്. ആ കൊച്ചിനെ പിടിക്കണേ എന്തിനാണ്? അണ്ടർ ഏജിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് ബോധമില്ലാത്തതുകൊണ്ടാണ്. വിദ്യാഭ്യാസം ഇല്ല നിനക്ക്, അതുകൊണ്ടാണ്. എവിടെ വന്നില്ലടി അത് ഫോട്ടോയില്? അതിനാ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ വീഡിയോയോ ചാനലോ ഒക്കെ ചെയ്യുന്ന ഞാനല്ലേ. ഞാൻ സംസാരിക്കുന്ന, ഞാൻ പ്രവർത്തിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയതല്ലേ. നിനക്ക് ഇൻഡാസ് കിട്ടിയില്ലടി നാറി. എടി തക്കാളിച്ചി, എടി കൂറച്ചി. ഇനി മക്കളെ കാണിക്കില്ലെന്ന് നീ എഴുതി കൊടുത്തില്ലടി നായി. നീ എഴുതി കൊടുത്തില്ലടി നാറി. അതങ്ങനെ പറ്റൂല. നിനക്ക് ഞാൻ തരാൻ ബാക്കി. നിന്റെ പിള്ളേരെ റെസ്ക്യൂ ഹോം കൊണ്ടുപോകണമെന്ന് നീ കണ്ടോണ്ട് നിൽക്കും. അത് ശരിയാടി, എന്റെ 2 കുഞ്ഞുങ്ങൾക്ക് 2 അച്ഛൻ തന്നെ. നിന്റെ 5 എണ്ണത്തിന് 50. നിന്റെ 5 എണ്ണത്തിന് 50 എണ്ണം. തന്തയോ തന്തയുടെ ബന്ധുക്കളോ ഇല്ലാത്തത് കൊണ്ടാണ് ഇരുന്ന് ക്രിമിനലിസം പറയേണ്ടി വരുന്നത്. തന്തയ്ക്കോ തന്തയുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ നീ കൊണ്ടുവന്ന് കാണിച്ചാണ്ടി. നിന്റെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ നീ കൊണ്ടുവന്ന് വീഡിയോയിൽ കാണിക്കും. നീ മിടുക്കിന്ന് ഞാൻ പറയാം. നിനക്ക് നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അറിവാണി നിന്റെ കൂടെ ഉണ്ടാ? നിന്റെ സഹോദരിമാരുണ്ടാ? നിന്റെ കെട്ടിയവനെന്ന് പറഞ്ഞോണ്ട് സഹോദരി ആരെങ്കിലും ഉണ്ടാ? നീ ഒരു എന്തൊരു വർത്താനോടി പറയുന്നത്? കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇതാണ് ഗൾഫിൽ കുറെ ആൾക്കാർ അവളുടെ ഇട്ടിപ്പ് തല്ലിയൊടിച്ച കുറെ ആൾക്കാരുണ്ട്. ഇട്ടിപ്പിന്റെ എല്ലൊടിച്ച അത്രയും കപ്പാസിറ്റി ഉള്ള ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്ന് കാണീരടി. എന്റെ ദേഹത്ത് ഒരുത്തനൊന്ന് ഒരു മണ്ണ് വാരിയിട്ട് ഒരുത്തന്റെ അടുത്ത് ആംബിയറോടെ വന്ന് നിൽക്കാൻ പറ. അങ്ങനെ ഏതെങ്കിലും ഒരു നാറി ഉണ്ടെങ്കിൽ നേർക്ക് നേരെ വന്ന് നിൽക്കാൻ പറ. എന്റെ നേർക്ക് നേരെ വന്ന് നീ നമ്പരെങ്കിലും താ, ഞാൻ ബാക്കി ചെയ്തോണ്ട്. അങ്ങനെ ഒരുത്തനുണ്ട് എന്റെ ഇടുപ്പല്ലുടച്ച അല്ലെങ്കിൽ എന്റെ ദേഹം തൊട്ട് ഇത് നിന്നെപ്പോ വീട്ടിൽ കയറി അവന്മാര് മുത്തു സിയാനും ഒക്കെ കയറി ഉമ്മ കൊഞ്ഞ 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 നട്ടല്ലുള്ളതുകൊണ്ടാണ് നിന്നെ പോലെ ഒരു അലവലാതിക്കെതിരെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. നട്ടല്ലില്ലയോ, ഓടാൻ പാവില്ലയോ, നടക്കാൻ വയ്യോ, കാലൊടിഞ്ഞോ, കയ്യൊടിഞ്ഞോ. ഷെഫീന ഈ ഇത്ര അങ്ങ് ഇട്ടാവട്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെണ്ണുങ്ങൾ ഇരുന്ന് കഥ പറഞ്ഞല്ല. ഷെഫീനയെ പോലെ പോയി നിനക്കെതിരെ ഒരു ഇണ്ടാസ് തരാൻ പറ്റിയാടി. നിന്റെ അണ്ണാക്കിലടിച്ച് തന്നിട്ടുണ്ടാ. 2 ദിവസം നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും. നീ എഴുതി വെച്ചോ? നീ എന്തിനു കാണിക്കാൻ? വീഡിയോ ഇടുമ്പോ എന്താടി സബീന അയക്കുന്നത്? ഇവിടെ നീ മറ്റേ ബറാക്കി വിട്ടിരിക്കുന്നത് സബീന. എന്തേടി മോളെ, നീ ഒന്ന് നടക്കാൻ പോയിക്കൂടി സബീന. നീ നെരങ്ങല്ലേടി മോളെ, നീ ഇത് നെരങ്ങല്ലേടി ചേച്ചെ. ഞങ്ങളുടെ ബന്ധുവരുത്ത് നാട്ടിൽ വിട്ടപ്പോ കോട്ടയം പോയി ഒളിച്ച് നടക്കുന്നത്. അങ്ങനെ നീ ഒന്ന് തെളിയിക്കടി പുണ്ടേ. ഞാൻ തിരുവനന്തപുരത്തുനിന്ന് ഓടി അങ്ങ് പിന്നെ കോട്ടയത്ത് വന്ന് നിൽക്കുകയാണെന്നുള്ളത് നീ ഒന്ന് തെളിയിക്കടി. നീ തെളിയിക്ക്. ഞാൻ എന്താ വീട് വിറ്റ? അവിടെ കിടക്കല്ലേ എന്റെ വീട്. എവിടെ അഡ്രസ് കൊടുക്കുമ്പോഴേ എന്റെ തിരുവനന്തപുരം തന്നെയല്ലേ ഇടി കൊടുക്കുന്നത്. നിനക്ക് വന്ന ഇണ്ടാസി പോലും എന്റെ തിരുവനന്തപുരത്ത് അഡ്രസ് അല്ലേ ഉള്ളൂ. മനുഷ്യന്മാർ ഇവിടെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് ഷാജി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും. ഷാജി അങ്ങനെ ഒരു വീഡിയോ ഷാജിക്ക് സമയം മാറി എത്ര ആൾക്കാർ വോയിസ് വേണ്ടി എത്ര ആൾക്കാർ വോയിസ് വേണ്ടി. ആ വോയിസ് നീ ഒന്ന് പ്ലേ ചെയ്യണേ. അത് കൃത്യമായിട്ട് നീ ഒന്ന് പ്ലേ ചെയ്യണേ. എനിക്കതൊന്ന് കേൾക്കാനെ കൊണ്ടാണ്. എന്നിട്ട് ആ വോയിസിന്റെ ആ നമ്പേഴ്സിനെ നീ സ്റ്റേഷനിൽ കൊണ്ടൊന്നും തരണേ. അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയണേ. ആരാണ് ആ മെടുക്കന്മാരെന്ന് നീ തന്നെ ഒന്ന് പറയേണ്ടി വരുവേ. നിനക്ക് എന്നെ അറിയാത്തത് കൊണ്ടാണല്ലോ. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാർ വിളിച്ചു. ആറടി അത് ഫിജോ നിന്റെ നാട്ടിൽ വന്നടി നായ്ക്ക് പറഞ്ഞോളാം. നിന്റെ നാട്ടിൽ ഞാൻ വരുന്ന ദിവസം നിന്റെ അവസാനവും. നീ എന്റെ കയ്യിൽ നിന്ന് നല്ല പിട വാങ്ങിക്കും.
നിന്റെ നാട്ടിൽ ഞാൻ വരുന്ന ദിവസം നിന്റെ അവസാനമാണ്. അന്ന് നീ തീർന്ന്, അത്രേ ഉള്ളൂ. നീ പിന്നെ അതിനപ്പുറം ഇല്ല. നിന്റെ ഈ കുത്തിയ കഴപ്പ് നീ നാട്ടുകാരുടെ അടുത്ത് മുഴുക്ക കയറുന്നതൊക്കെ നിനക്ക് ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് ഞാൻ തീർത്തു തരും. മനസ്സിലായ? അവിടെ ആംബിയറുള്ള ആണുങ്ങളില്ലാത്തോണ്ട്, നിന്റെ അടിച്ച് നിന്റെ അലവ് പൊട്ടിക്ക് ആണില്ലാത്തോണ്ട്, മനസ്സിലായ? നിനക്ക് കുത്താൻ മാത്രമേ കിട്ടുന്നുള്ളൂ. നിന്റെ അപ്പത്തി കുത്താനേ ആണുങ്ങൾ വരുന്നുള്ളൂ. നിന്റെ വായ്ക്കകത്ത് കുത്തി തരണം. അതാണ് ചെയ്യേണ്ടത്. എടി നിന്റെ ഉമ്മാക്ക് പുടുക്ക് പറയും, മനസ്സിലായില്ലേ? ആ പെണ്ണുമ്പിളക്ക് പിടുക്ക് പറയും. ഷെഫീനാരുടെ അടുത്താണ് വന്നിരുന്നെങ്കിൽ നീ എപ്പോഴേ പണി വാങ്ങിയിരുന്ന അവർക്കറിയാം. നിന്റെ അന്ത്യകൂതാശ ഞാൻ നടത്തുമെന്നറിയാം. പിന്നെ ഹിന്ദു അയ്യോടി, ഞാൻ ഹിന്ദു ആയിട്ട് അഭിനയിക്കുന്നു, ഞാൻ മുസ്ലിമായിട്ട്, ഞാൻ ക്രിസ്ത്യനായിട്ട് അഭിനയിക്കും, അങ്ങനെ തന്നെ ഉണ്ടടി. അല്ല നിന്നെ കൊല്ലം നിസ്കാര പായിക്കാത്തിരുന്നു കൊണ്ട് മാപ്പിളയും തല്ലിക്കൊന്ന ശേഷം അയ്യോ നാട്ടുകാരെ ഞാൻ ഭയങ്കര ഈമാനുള്ളവളാണ്, എനിക്ക് കൊച്ചു പൈസ അയച്ചു തരൂ, ഞാൻ ഈമാനും ഇസ്ലാമിയത്തും മൂടിയിട്ട് എന്റെ സ്വന്തം കെട്ടിയവനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവളാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ. എന്റെ ഭർത്താവ് കെട്ടിത്തൂങ്ങിയല്ലല്ലോ ചത്തത്, നിന്റെ കെട്ടിയവൻ ചത്തതുപോലെ കെട്ടിയത് തന്നെയടിയാ തന്നെ. 5 ആരുണ്ടാക്കിയതടി? ആ ലാസ്റ്റുള്ള കുരുപ്പ് ആരുടെ അടി? അതറിഞ്ഞല്ലേ അവൻ കയറി ചത്ത് കളഞ്ഞത്. എടി ഹിറ്റ്സ് മീ ഹൈസിന്റെ ചാനൽ 500K കണ്ട സബ്ബുള്ള ചാനലാണ്. അത് ധാരാളമല്ലേ? ഞാൻ ആരറിയാണ്ടടി. ലോകം മുഴുക്ക ഇല്ല കഴിവാട്ട് കറിയെ പോലെയാണ്. ലോകം മുഴുക്കൻ അറിയാലും ഇവക്ക് അത് സുഖമുള്ള ഒരു സന്തോഷമുള്ള ഒരു സംഗതിയായിട്ട് അവക്ക് തോന്നുന്നത്. ഏതായാലും ഇത് കൂടുതൽ കേട്ടാൽ ഞാൻ വല്ലതൊക്കെ പറയും, അതുകൊണ്ട് വേണ്ട, നമുക്കിത് ഇവിടെ നിർത്താം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊടുത്ത ഒരു കേസിന്റെ മേളില് തുടർ നടപടി എന്താന്ന് നമ്മൾ അന്വേഷിക്കുമ്പം അവർ പറയുന്നത് ഇവരുടെ എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഗതി സംഭവിച്ചു, അതിൽ മാപ്പ് തരണം, ഇനി മേലിൽ ആവർത്തിക്കില്ല എന്നൊരു എക്സ്പ്ലനേഷൻ ലെറ്ററാണ് അവർ കൊടുത്തത്. അപ്പൊ ഞാനും അതേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ലെറ്റർ മതി. ഇനി അവർ തുടർന്ന് ഈ കുട്ടികളെ കൊണ്ട് അങ്ങനത്തെ പോക്കത്തരം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. പക്ഷെ ഇനി അതല്ല, ഞാൻ FIR ഇടും. കാരണം കുട്ടികളെ കൊണ്ട് അവർ ആ ക്രൈം ചെയ്യിച്ചിട്ടുണ്ട്. കുട്ടികളെ വെച്ച് ഈ ഒരു ക്രൈം ചെയ്തത് കൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ നിർബന്ധമായും ഇതിനെതിരെ ആക്ഷൻ ഉണ്ടാകണം. കുട്ടികളുടെ കേസെന്ന് മാത്രമല്ല, ഈ ചാനൽ ത്രൂ നാട്ടുകാരെ ഇങ്ങനെ അവഹേളനപരമായ വർത്തമാനം പറയുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ കേസ് കൊടുക്കും. പിന്നെ ഇവക്കെതിരെ മാനനഷ്ടം കൊടുക്കാൻ ഒക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പൈസ ഇല്ല, മനസ്സിലായ? ബാങ്കിൽ കിടക്കുന്ന കുറച്ച് ചക്കക്കുരു അല്ലാതെ എവളെ കയ്യിൽ ആ 5 പിള്ളേരല്ലാതെ വേറെ ഒരു വാഴ അവളെ കയ്യിലില്ല. ഒരു പൈസ ഇല്ലാത്ത ഒരുത്തിക്കെതിരായിട്ട് നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലാഭവുമില്ല. വർഷക്കണക്കിന് നമുക്കിങ്ങനെ വാദിക്കാമെന്നതിനപ്പുറം വേറെ ലാഭമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തായാലും വരും ദിവസങ്ങളിൽ പാലക്കാട് ഉണ്ടാകും. എനിക്ക് ഒരുപാട് പേര് ഐക്യദാർഢ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നിച്ച് നിന്നിട്ട് ഈ പൊതുശല്യത്തിനെ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശലക്ഷ്യം. ഇത് ഒതുക്കിയിട്ടില്ല. ഒന്നീ ഗവൺമെന്റ് ഇടപെട്ട കുട്ടികളെ റെസ്ക്യൂ ഹോമിലേക്ക് എടുക്കുകയും ഈ നായിന്റെ മോളെ പിടിച്ച് ഏതെങ്കിലും പിന്നെ